മെൻ്റലിസം എന്നതിനെക്കുറിച്ച് ചിലരെങ്കിലും കേട്ട് കാണും. പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാനും നിഗൂഢമാക്കാനുമുള്ള മനഃശാസ്ത്ര തത്വങ്ങൾ പരിശീലനത്തിലൂടെ സമന്വയിപ്പിക്കുന്ന ഒരു കലയാണ് മെൻ്റലിസം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മെൻ്റലിസത്തിലെ റോപ്പ് എസ്കേപ്പ് എന്ന വിഭാഗത്തിൽ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ സുകേഷ് സുഗുണനാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. സുകേഷ്, എന്താണ് മെൻ്റലിസം പരിശീലിക്കാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ മെന്റലിസ്റ്റ് ആദ്യയുടെ ഒരു വീഡിയോ കാണാനിടയായി. അതിനുശേഷം അവര് മെന്റലിസ്റ്റ് ആദ്യം ഓരോരുത്തരെ വിളിച്ച് അവരുടെ മനസ്സിലെ പേരുകളും അവർ ഇഷ്ടപ്പെടുന്ന പ്രശ്നയും ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു. അതേ ആഗ്രഹം തോന്നി. പിന്നീട് മെന്റലിസ്റ്റ് അനന്തു ഇവരുടെയൊക്കെ വീഡിയോസ് ആണ് നമ്മളെ കൂടുതലായിട്ട് ഇതിലോട്ട് പ്രേരിപ്പിച്ചത്. അതിനുശേഷം ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് എവിടെയാണ് മെന്റലിസം പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ. അതുപോലെ തന്നെയാണ് പ്രേത സിനിമ ജയസൂര്യ നായകനായിട്ടുള്ള പ്രേത സിനിമ ഇറങ്ങിയ സമയത്ത് ഒന്നും കൂടെ അതിയായ ആഗ്രഹം ഉണ്ടായി മെന്റലിസം പഠിക്കാനായിട്ട്. അങ്ങനെ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എനിക്ക് എന്റെ വഴികാട്ടി എന്ന് വേണം പറയുന്നത് ഈ മെന്റലിസം പഠിക്കാനായിട്ട്. എനിക്ക് ആ പഠിക്കണമെന്നുള്ള ആഗ്രഹം എന്റെ ആ സുഹൃത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച ഒടുവിൽ ഞങ്ങളത് ട്രിവാൻഡ്രത്താണെന്ന് മനസ്സിലായി. അങ്ങനെ ട്രിവാൻഡ്രത്ത് മെന്റലിസ്റ്റ് സന്ദീപ് ഫ്രാഡിയാന ഇത് ചെയ്ത് ഒന്ന് കാണിച്ചോ മറ്റൊന്ന് നോക്കണേ. അങ്ങനെ ട്രിവാൻഡ്രത്ത് സന്ദീപ് ഫ്രാഡിയാൻ എന്ന മെന്റലിസ്റ്റിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം എറണാകുളത്ത് KSR കേരള സ്റ്റുഡൻസ് മെന്റലിസം എന്ന സ്ഥാപനത്തിലെ മെന്റലിസ്റ്റ് ആദിലിന്റെ അടുത്ത് പഠിക്കാനായിട്ട് ചേർന്നു. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും പെർഫോം ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചത്. ഈ വേൾഡ് റെക്കോർഡിലോട്ട് എത്തിച്ചത് പോലും ആദിലാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുമാണ് എന്നെ ഇതിലോട്ട് എത്തിച്ചത്. മെൻ്റലിസവും മായാജാലവും ഒക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കേണ്ട ഒന്നല്ല. പ്രേക്ഷകരുടെ കൺമുന്നിൽ അവരുടെ മനസ്സിനെ കയ്യിലെടുത്ത് അവരുടെ സാമീപ്യം കൊണ്ട് കാണിക്കേണ്ട ഒരു അപൂർവം നിറഞ്ഞ കലാപ്രകടനമാണ് മെൻ്റലിസം. എന്തായാലും നമുക്ക് വേണ്ടി മെൻ്റലിസത്തിൻ്റെ ചില മായാജാല കാഴ്ചകൾ സുകേഷ് കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. അക്ഷയ്ക്ക് മാജിക് മെന്റലിസം എല്ലാം താല്പര്യമുള്ളതാണല്ലോ. ശരി, ഇപ്പൊ എന്റെ കയ്യിലൊരു കോയിൻ ഉണ്ട്. ഈ കോയിനിൽ അക്ഷയ് ഒന്ന് സൈൻ ചെയ്യുക. സൈൻ ചെയ്തു. കോയിൻ അക്ഷയ് സൈൻ ചെയ്ത കോയിനാണ്. അക്ഷയ് സൈൻ ചെയ്ത കോയിൻ. ഈ കോയിൻ നമ്മൾ വെച്ചു, ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ കോയിനിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു തട്ട് ഒന്നൊന്ന് കൊടുത്ത് ചെറിയ തട്ട്. ഓക്കെ, ഫൈൻ. നമ്മൾ അടിക്കുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് ഈ കോയിൻ മഞ്ഞ. ഇപ്പൊ എല്ലാവരും ഉറപ്പുണ്ടത് ഇത് പറഞ്ഞാല് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ അകത്തൂടെ കോയിൻ ഇടാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, അതിനകത്തൂടെ കോയിൻ ഇടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. ഇടാൻ സാധ്യത ഉണ്ടോ? പക്ഷേ ഒന്നും ഇടാവും. ഈ റബ്ബറൊന്നും അഴിക്കുമോ? ഓപ്പൺ ചെയ്യുമ്പോ സെയിം സാധനം തന്നെ വീണ്ടും വന്നിരിക്കുന്നു. ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ഓപ്പൺ ചെയ്തു. ഒരു സഞ്ചിയാണുള്ളത്. സഞ്ചിയിലും റബ്ബർ തന്നെയാണുള്ളത്. റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിരിക്കുക. ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. അത് ഓപ്പൺ ചെയ്തു. അതിന്റെ അകത്തിരിക്കുന്ന പൈസ പക്ഷേ സൈൻ ചെയ്ത ക്യാഷാണ്. നോക്കാം. ക്യാഷാണ്. പക്ഷേ സൈൻ ചെയ്ത ക്യാഷ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് കൊണ്ടുവന്ന ആളുടെ പേര് മനസ്സിലിപ്പോ ഉണ്ട് അല്ലെ? ആ ഒരാളുടെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് കൊണ്ടുവന്നു. അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് ജസ്റ്റ് അലക്സ് മനസ്സിൽ കൊണ്ടുവന്നേ.
ABCDEFG. Okay. Alex. ഫസ്റ്റ് ലെറ്റർ ഒന്ന് പറയാവോ? എ ആണല്ലേ? ഓക്കെ. ശരി. ആ പേര് ഫുൾ ആയിട്ടൊന്ന് മനസ്സിലുറക്കെ ഒന്ന് പറഞ്ഞേ. മനസ്സിലുറക്കെ. ഓക്കെ. അലക്സ പേരൊന്ന് ഉറക്കെ പറയുമോ? ഉറക്കെ പറയും. മമ്മിയാണല്ലേ? രാഹുൽ. ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, കൈ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഇച്ചിരി കൂടെ നീട്ടിപ്പിടി. ഓക്കെ. രാഹുൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഓർക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? കൊള്ളുന്നോ? ഓക്കെ. എന്തായിരുന്നു പേര്? ശ്രീശങ്കരന്റെ ഫോണിന് പാസ്വേഡ് ഉണ്ടോ? ഉണ്ട്. ഒന്ന് ഫോൺ എടുക്കാം. ഇപ്പൊ ഈ പാസ്വേഡ് ശ്രീശങ്കരന് ഇപ്പൊ മാത്രമേ അറിയത്തുള്ളൂ. എനിക്കറിയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല. ഒന്ന് ട്രൈ ചെയ്യട്ടെ. ശരി. അതിന്റെ ഫസ്റ്റ് നമ്പർ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. 0 1 2 3 4 5 6 7 8 9. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. സെക്കൻഡ് നമ്പർ കൊണ്ടുവന്നേ. 0 1 2 3 4 5 6. ഫുൾ നമ്പർ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ഫുൾ നമ്പർ. ഓക്കെ. അതിന്റെ ലാസ്റ്റ് നമ്പർ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നു. ഇത് 1 2 3 4 5. അതിന്റെ ലാസ്റ്റ് നമ്പർ ഏതാണോ മനസ്സിലെ വിരലിൽ ഒരു ചെറിയ പ്രസ് മനസ്സിൽ കൊടുക്കാവുള്ളൂ. മനസ്സിൽ ഇതാണോ? 1 2 3 4 ഇതാണോ? ഓക്കെ. ആ ഫോൺ ഒന്ന് തരാമോ? ഇതാണല്ലോ അല്ലേ? നോക്കാണല്ലോ. ഫിംഗർ വെക്കണം. ഫിംഗർ വെച്ചിട്ട് മറ്റേ നമ്പർ ലോക്ക് വന്നേ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തല്ലോ. ജോയൽ. ഓക്കെ. മെന്റലിസത്തിനോട് താല്പര്യം ഉണ്ടല്ലോ? ജോലി. ശരി, ഇങ്ങനെ ഇന്നോ ജോലി ഇച്ചിരി കൂടെ കൈ ഒന്ന് പൊക്കി പിടിച്ചു. ഓക്കെ. ജോലി ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക. ജോലിന്റെ മനസ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ കത്തിച്ചില്ല. അപ്പോ നമ്മുടെയൊക്കെ ഫോണിന് ഒരു നോട്ട് പാഡ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും. നമ്മൾ ഓരോ കാര്യങ്ങൾ തലേന്നൊക്കെ നേരത്തെ എഴുതി വെക്കുന്ന ഓരോ ഇത്. പക്ഷെ എന്റെ ഫോണിലും ഒരു നോട്ട്സ് ഉണ്ട്. ഈ നോട്ട്സിൽ സെലിബ്രിറ്റീസ് എന്നാണ് കിടക്കുന്നത്. 1 മുതൽ 100 വരെ സെലിബ്രിറ്റീസിന്റെ പേരുകളാണ് അല്ലെ? 1 മുതൽ 100 വരെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡബിൾസോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? 1 മുതൽ 100 ഒരേ നമ്പറിൽ ഒരേ സെലിബ്രിറ്റിയുടെ പേരുകളാണ്. അക്ഷയ്ക്ക് 1നും 100നും ഇടയിലുള്ള ഒരു നമ്പർ ഒന്ന് പറയാവോ? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. 77 പറയാൻ ഞാൻ എന്തെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ 77ല് ആ സെലിബ്രിറ്റിയുടെ പേര് 77 ആരാണെന്നൊന്ന് നോക്കിയിട്ട് മനസ്സിൽ വെക്കുക. മനസ്സിൽ വെച്ചോണ്ട് ബാക്ക് അടിച്ചോ. ഓക്കെ. ഒന്ന് വരാവോ? അതിൽ ഒരാൾ വന്നേ. ഇപ്പൊ നിലവില് അക്ഷയുടെ മനസ്സിൽ ഒരു സെലിബ്രിറ്റിയുടെ പേരുണ്ട്. ഇനി ഈ ഒരു കാൽക്കുലേറ്റർ ആണ്. കാൽക്കുലേറ്റർ പിടിക്കുക. ഇങ്ങനെ കേട്ടോ. മനസ്സിൽ ഇഷ്ടമുള്ള ഒരു 3 നമ്പർ പറയാവോ? 444 ഒന്ന് അടിക്കുവോ? 444 ഇൻറ്റു മോന് ഇഷ്ടമുള്ളൊരു പേര് 3 നമ്പർ പറഞ്ഞേ. 3 നമ്പർ 777 ഇൻറ്റു ആണല്ലേ? ഇൻറ്റു ഏതെങ്കിലും ഇഷ്ടമുള്ള പറഞ്ഞേ. 1 2 3. ഓക്കെ.
ഈസിക്കൽ ടു ഒന്ന് നോക്കിയിട്ട്. അപ്പോൾ റാൻഡം ഒരു നമ്പർ വന്നിട്ടുണ്ട്. ആ നമ്പർ ഓർമ്മയുണ്ടല്ലോ അല്ലേ? 3137313738. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന പേരുകളാണ്. അപ്പൊ ഇവിടെ ഒരു പേര് അക്ഷയ് ഒരു സെലിബ്രിറ്റിയുടെ പേര് മനസ്സിലുണ്ടായിരുന്നു. ആ സെലിബ്രിറ്റിയുടെ പേരൊന്ന് പറയാവോ? എന്തോ? ടൊവിനോ തോമസും ഇതുമായിരുന്നു. എല്ലാവരും ഒന്ന് ഇൻസ്റ്റ ഒന്ന് എടുക്കാവോ? ഫോണിലുള്ള ഒരു ഇൻസ്റ്റ ഒന്ന് എടുക്കാവോ? ഉണ്ടോ? ഇൻസ്റ്റയില് മെല്ലെ സുകേഷ് സുഗുണൻ, മെന്റലിസ്റ്റ് സുകേഷ് സുഗുണൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്റ്റോറി ഒന്ന് കാണിച്ചു കൊടുത്തേ. സ്റ്റോറി കാണിച്ചേ. ടൊവിനോയുടെ നമ്പർ എത്ര? വണ്ടി നമ്പർ എത്ര? 373173. ഇതെത്രയാണ്? ഇത് നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന നമ്പറുകളാണ് ഇതെല്ലാം. ഞാൻ സ്റ്റോറി ഇട്ടത് ടൊവിനോയുടെ വണ്ടി നമ്പർ എത്രയായിരുന്നു? കൈയടിച്ചതാ. ഞാനല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് വന്ന നമ്പറുകളാണ്. ആ റാൻഡമായി വന്ന നമ്പർ. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്തേക്കണം കേട്ടാ. ഇപ്പൊ നമ്മൾ നടത്തിയ ഒരു മായാജാലമാണ് റോപ്പ് എസ്കേപ്പ്. അത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി റോപ്പ് എസ്കേപ്പ് നടത്തിയതാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഐറ്റം നടത്തിയതിനാണ് എനിക്ക് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ശ്രീശങ്കർ, അലക്സ്. ഓക്കെ, നമ്മുടെ ഫൈനൽ എന്ന് പറഞ്ഞാല് റോപ്പ് എസ്കേപ്പിംഗ്. അപ്പൊ ഇത് നിങ്ങൾ തന്നെ മാക്സിമം ടൈറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ എത്തുക. ഓക്കെ, ഇത് രണ്ടുപേരും പിടിച്ചോ മാക്സിമം കെട്ടിക്കോ. വലിച്ചു മുറുകിക്കോ. മാക്സിമം മുറുകിക്കോ. നിങ്ങൾക്ക് ഇഷ്ടത്തിന് കെട്ടിക്കോ. കഴിയാൻ ഒരു ചാൻസും ഇല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? നിങ്ങൾ വേണം നോക്കിക്കോ ടൈറ്റ് ആണോ. ശരി, എന്നാ ഒന്ന് തുണിയൊന്ന് മോടിക്കും. അത് ശ്രദ്ധിച്ചു നോക്കിയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒന്നുകൂടെ ഇട്ട് ഇനി വേണം കുട്ടിക്ക് ഒന്നുകൂടെ കിട്ടി. നല്ലപോലെ മുടിക്കും. എന്ത് ഓക്കെ, ഒന്ന് മാറ്റും. ഇനി അഴിച്ചു. ജനമുഖം ടി വിക്ക് വേണ്ടി മെന്റലിസത്തിൻ്റെ ചില മായക്കാഴ്ചകൾ കാണിച്ചു തന്ന ശ്രീ സുകേഷിനെ നന്ദി രേഖപ്പെടുത്തുന്നു. സുകേഷ് കൂടുതൽ പരിശീലനത്തിലൂടെ മികവുറ്റൊരു മെന്റലിസ്റ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആഘോഷിക്കാം പൊന്നോണം, ആർമാദിക്കാം സ്റ്റൈലിഷായി. ഓണം മ്യൂറൽ എഡിഷൻ ഡിസൈൻസ് ഫ്രം വാരിയർ മ്യൂറൽ ഷർട്ട്സ് ആൻഡ് കുർത്താസ്.